ഒരു 5 ദിവസം പെട്ടെന്ന് പോയി. ഇന്ന് നിർത്തുകയാണ്. അതാണ് ഒരു വിഷമം. ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസമായി നമ്മളെയൊക്കെ ഏതോ ഒരു ലോകത്തേക്ക് അവർ കൊണ്ടുപോയി. രാധാ കൃഷ്ണ ലീലകൾ ഇവിടെ അവർ കളിച്ചു. അഭയദാശ്രമത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് ഒരു പുത്തരിയല്ല. ഇവർ വന്നിപ്പോൾ കളിച്ചു ഒരു 15 വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും ഗുരുനാഥന്റെ ഇവിടുത്തെ സത്സംഗങ്ങളെല്ലാം ഈ രാധാകൃഷ്ണ ലീലയെ ആസ്പദമാക്കിയായിരുന്നു എന്ന് നമുക്കറിയാം. സ്വാമിജിയുടെ ഭജനകളും സ്വാമിജി നമ്മെ പഠിപ്പിച്ചതുമൊക്കെ ഈ രാധാകൃഷ്ണ ഭക്തിയെയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പല പ്രാവശ്യം ഇവിടെ നിന്ന് നമ്മളെയൊക്കെ വൃന്ദാവനത്തിൽ കൊണ്ടുപോയി ഇത് നേരിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ കാലശേഷവും നമ്മളിപ്പോഴും അവിടെ പോയി ഈ കഴിഞ്ഞ വർഷവും അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഇവരുടെ രാസലീല ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നവംബറിൽ പോകുന്നു. വീണ്ടും ഇത് കാണുവാനുള്ള ഒരു ഭാഗ്യം അടുത്ത നവംബറിലും നമുക്കുണ്ടാകും. ശ്രീ പുളിൽ ബിഹാരി ശർമ്മ അവർക്കിപ്പോൾ പറഞ്ഞത് തന്നെ ഇവിടെ വൃന്ദാവനം തന്നെയാണെന്നാണ്. അപ്പോൾ വൃന്ദാവനവും അഭയദാശ്രമവും തമ്മിൽ യാതൊരു ഭേദവുമില്ല എന്നുള്ളത് നമ്മൾ ഇവിടെ ഈ നമ്മുടെ പല കാര്യങ്ങൾ കൊണ്ടും ഇവിടുത്തെ അനുഭവങ്ങൾ കൊണ്ടും നമുക്കറിയാം. ഇപ്പോൾ ഇന്ന് ഇവിടെ ഗുരുനാഥൻ രാധാദേവിയുടെ പ്രതിഷ്ഠ നടത്തി 40 വർഷം തികയുന്ന ദിവസമാണ്. രാവിലെ മുതൽ ഇവിടെ രാധാപൂജയും ഇന്നിപ്പോൾ വൈകുന്നേരം 60 കുട്ടികളെ എത്തിക്കൊണ്ടുള്ള പൂജ, രാധാപൂജ എല്ലാം നടന്നു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 5 ദിവസമായി ഇവിടെ ഈ രാസലീല ഇവർ ഈ പുളിൽ ബിഹാരി ശർമ്മയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുകയാണ്. ഇന്ന് അത് ഒരു പരിസമാപിക്കുകയാണ്. ഇന്ന് ഹോളി ആഘോഷത്തോടു കൂടിയാണ്. ഇനിയിപ്പോൾ അടുത്ത 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇത് ഇവിടെ തന്നെ ഒരു വൃന്ദാവനമാകും. ഈ ഓഡിറ്റോറിയം തന്നെ ഒരു വൃന്ദാവനമാക്കി അവർ ഹോളി കളിക്കും എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം. ഇന്ന് ഇവിടെ ഈ നടത്തിയ ഈ 5 ദിവസത്തെ രാസലീല മഹോത്സവത്തിന് നന്ദി എത്ര പറഞ്ഞാലും മതിയാകില്ല. അവരുടെയൊക്കെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. ശ്രീ പുളിൽ ബിഹാരി ശർമ്മയ്ക്കും എല്ലാ കലാകാരന്മാർക്കും അതുപോലെ ഇതിൻ്റെ എല്ലാ കോർഡിനേഷനും ചെയ്യുന്ന വംശികയ്ക്കും. വംശിക ഇപ്പോൾ നമ്മുടെ ഒരാളായി മാറിക്കഴിഞ്ഞു. അഭയദാശ്രമത്തിൻ്റെ ഒരാളാണ് വംശിക. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് നമ്മളെ ഇവിടെ ഒരു ആനന്ദ ലഹരി ആരാടിച്ചു. ഇനി ഇത് അടുത്ത 1 മണിക്കൂർ കുറച്ചുകൂടി ഉത്സാഹത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ആടിപ്പാടാം. ആ രീതിയിൽ അവർ കളിക്കും. അപ്പോൾ ഇവർക്കെല്ലാം അഭയദാശ്രമത്തിന്റെ പേരിൽ ആർദ്രമായ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. വീണ്ടും വീണ്ടും അടുത്ത വർഷങ്ങളിലും ഇവിടെ വന്ന് ഇത് നടത്തണം എന്ന് പ്രാർത്ഥിക്കേണ്ടവരോട് ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ആ പ്രാർത്ഥനയോടുകൂടി അതുപോലെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ എല്ലാവർക്കും അഭയദാശ്രമത്തിന്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇനി ആശ്രമത്തിന്റെ എല്ലാ പരിപാടികളിലും ആത്മാർത്ഥമായി നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.